RSS 100ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. മനുവാദം പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന RSS സ്വാതന്ത്ര്യ സമരത്തിൽ വിട്ടുനിന്നവരെന്നും വിമർശനം. RSSന്റെ യഥാർത്ഥ ചരിത്രം നരേന്ദ്രമോദി തന്റെ സ്ഥാനം ഉപയോഗിച്ച് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ സ്ഥാനത്തെ ഇകഴ്ത്തുന്നതെന്നും CPIM പോളിറ്റ് ബ്യൂറോ. 100ാം വാർഷികത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുകയെന്ന അജണ്ടയാണ് RSS നടപ്പാക്കുന്നത്. എന്നാൽ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. RSS അജണ്ടയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയത്. ഇതിനെ ശക്തമായി വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. CPIM പോളിറ്റ് ബ്യൂറോയും ശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. ഹിന്ദുത്വ രാഷ്ട്രമെന്ന RSS ആശയത്തിന്റെ പ്രതീകമായി RSS ഉപയോഗിക്കുന്ന ഭാരതമാതാവ് എന്ന പേരിൽ ഹിന്ദു ദേവതയുടെ ചിത്രം ഔദ്യോഗിക നാണയത്തിൽ ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടുന്നത്. 1963 റിപ്പബ്ലിക് ഡേ പരേഡിൽ യൂണിഫോം ധരിച്ച RSS വാളണ്ടിയർമാരെ കാണിക്കുന്ന ചിത്രമുള്ള സ്റ്റാമ്പിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. അന്നത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ നെഹ്റു RSSനെ ക്ഷണിച്ചുവെന്ന നുണയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രചരണം നടത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ പോളിറ്റ് ബ്യൂറോ RSS സ്വാതന്ത്ര്യ സമരത്തിൽ വിട്ടുനിൽക്കുക മാത്രമല്ല ചെയ്തതെന്നും ബ്രിട്ടീഷുകാരുടെ തന്ത്രമായ വിഭജിച്ച് ഭരിക്കുകയെന്ന ആശയത്തെ ശക്തിപ്പെടുത്തി കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടുന്ന ഇന്ത്യൻ ജനതയുടെ ഏറ്റവും വലിയ കരുത്തായ ഐക്യത്തെ തകർക്കാനാണ് ശ്രമിച്ചതെന്നും വിമർശിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും ക്രൂരമായ വർഗീയ കലാപങ്ങളിൽ RSS പങ്ക് കമ്മീഷൻ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. RSSും സംഘപരിവാറും മനുവാദം പ്രചരിപ്പിച്ച ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നും ചരിത്രം ഇതാണെന്നിരിക്കെ നരേന്ദ്രമോദി തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിലൂടെ നരേന്ദ്രമോദി വഹിക്കുന്ന ഭരണഘടനാ സ്ഥാനത്തിന്റെ അന്തസ് ഇകഴ്ത്തിയെന്നും പോളിറ്റ് ബ്യൂറോ വിമർശിക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി.